അല്ല ആദ്യത്തെ ഒരു 10 ട്രയാങ്കിൾ നമുക്ക് ഒന്ന് പറയാമോ? 1 പിന്നെ ഓ കേട്ടില്ല 3 പിന്നെ 6 1 3 6 പിന്നെ 10 1 3 6 10 പിന്നെ 15 15 21 21 28 28 36 36 45 45 55 55 ഇതാണ് ആദ്യത്തെ 10 ട്രയാങ്കുലർ നമ്പർ. അതോടൊപ്പം തന്നെ നമ്മൾ വേറെ നമ്പർ കൂടി അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. 1 4 9 16 ഈ നമ്പറിന്റെ പേര് ചെയ്തത് ഇവിടെ 1 into 1 അത് 1 സ്ക്വയർ ആണ്, അത് 1 തന്നെ. 2 into 2 2 അല്ലെങ്കിൽ 2 സ്ക്വയർ അത് 4 ആണ്. അപ്പം 1 4 9 16 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതായിരിക്കും പറയാൻ പറ്റും? 25 25. Very good. Next. 5 into 5 36. Good. Next. 49 49. Next. 64 64. Okay. Next. 81 81. Next. 100 100. അപ്പൊ ഈ നമ്പറിന് പറയുന്ന പേരാണ്, രണ്ടാമത് എഴുതിയ നമ്പറിന് പറയുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയർസ് ആണ് സ്ക്വയർ നമ്പേഴ്സ്. രണ്ടാമത് ആദ്യത്തെ നിങ്ങൾക്ക് പറഞ്ഞു ട്രയാങ്കുലർ നമ്പർ. ട്രയാങ്കുലർ നമ്പർ ആൻഡ് സ്ക്വയർ നമ്പേഴ്സ്. ത്രികോണ സംഖ്യ, വർഗസംഖ്യ എന്ന് മലയാളത്തിൽ പറയും. നമ്മുടെ യുഎസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം 2-3 തരത്തിൽ വരാം. കുറച്ചുകൂടി ഹയർ ലെവലിന്റെ ചോദ്യം ഇങ്ങനെ വരുന്നത് നോക്കൂ. നിങ്ങള് നോട്ട്ബുക്കിന്റെ മിഡില് പറഞ്ഞാൽ ഒരു പേജിലെ മിഡിലാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഇപ്പൊ തുടക്കത്തില്ല, ഇപ്പൊ റഫായിട്ട് എഴുതാണെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി, പിന്നീട് നോട്ട്ബുക്കിൽ മാറ്റിയാൽ മതി. അവിടെ നോക്കിക്കോളൂ. 1 അവിടെ എഴുതി, ആദ്യത്തെ എഴുതി. 2 3 5 1 അല്ലെങ്കിൽ ഇങ്ങനെ ട്രയാങ്കുലർ നമ്പറിലൂടെ പോകാൻ നമുക്ക്, അതായത് കുറച്ചുകൂടി നന്നാകും. ട്രയാങ്കുലർ നമ്പറിലൂടെ തന്നെ പോയിക്കോളും. 1 എഴുതി കഴിഞ്ഞോ? എന്തെങ്കിലും യെസ് എന്ന് പറയണേ. Yes. 2 3 Yes. 5 6 7 Yes. Yes. ഓക്കെ. അടുത്ത വരിയില് എഴുതുന്ന നോക്കിക്കോളൂ. 1 2 3 എഴുതി. 4 5 6 അല്ലേ? 7 8 9 10 അല്ലേ? 11 12 13 14 and 15 അല്ലേ? ഒരു മോഡൽ എഴുതിയതിനു ശേഷം ഇതിന്റെ ലാസ്റ്റ്, ഓരോ വരിയിലെ ലാസ്റ്റത്തെ നമ്പറിനെ നിങ്ങൾക്കൊന്ന് റൗണ്ട് ചെയ്യാം. 1 3 6 10 ആ റൗണ്ട് ചെയ്ത നമ്പേഴ്സ് ഒന്ന് വായിച്ച മക്കള്. 1 1 3 6 10 15 10 15. അപ്പം ആ നമ്പറിന്റെ പേരെന്താണ്?
ഈ റൗണ്ട് ചെയ്ത നമ്പേഴ്സിന്റെ പേര് ഇപ്പൊ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആ റൗണ്ട് ചെയ്ത നമ്പേഴ്സിന്റെ പേര്? സ്ക്വയർ നമ്പർ അല്ലല്ലോ, ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ 1, 3, 5, 10, 15. ഈ നമ്പേഴ്സിന്റെ പേരെന്താണ് പഠിച്ചത്? സ്ക്വയർ നമ്പേഴ്സ് 1, 4, 9, 16 അല്ലേ. ഇത് 1, 3, 6, 10, 15 എന്ന നമ്പേഴ്സിന് പേര് മറന്നുപോയോ? ട്രയാങ്കുലർ, അതെല്ലാം മറന്നു. ട്രയാങ്കുലർ നമ്പറാണ്. അപ്പൊ നമ്മള് ട്രയാങ്കുലർ നമ്പറാണ് ഇപ്പൊ റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ട്രയാങ്കുലർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഒരെണ്ണമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് നമ്പേഴ്സ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും 1 ഒന്നാമത്തെ വരിയിൽ, രണ്ടാമത്തെ വരിയിലെ അവസാന നമ്പർ 3 ആണ്, മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ 6 ആണ്, ഫോർത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പർ 10 ആണ്, ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പർ 15 ആണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയൂ, 6th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 6th ലൈനിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? 21. അത് മക്കൾക്ക് കണ്ടുപിടിക്കാൻ ഞാനൊരു എളുപ്പമാർഗം പറയാം. നമ്മളോട് തേർഡ് ലൈനിലെ ലാസ്റ്റ് നമ്പർ ചോദിച്ചാൽ, തേർഡ് ലൈൻ മൂന്നാമത്തെ വരി എന്ന് പറയുമ്പോൾ 3 എന്ന സംഖ്യയെ 3 into 4/2 എഴുതാം. 3 into 4/2. What is 3 into 4? 12. ആ 12ന്റെ ഹാഫ് എത്രയാണ്? 6. ആ 6 ആയിരിക്കും മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ. അപ്പൊ മക്കൾ പറയൂ, നാലാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ചോദിച്ചാൽ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? 4 into 5/2. 4 into 5/2. Very good. What is 4 into 5? 10. 4 into 5, 20. 4 into 5, 20. 20യുടെ ഹാഫ് എത്രയാണ്? 10. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 10. ഇനി നിങ്ങളോട് ചോദിക്കുന്നു 1, 2, 3, 4, 5. അഞ്ചാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? കണ്ടുപിടിക്കാനുള്ള മാർഗം. നിങ്ങൾ പറഞ്ഞോ. 5 into 6. 6 divided by 2. What is 5 into 6? 30. 30യുടെ പകുതി എത്രയാണ്? 50. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഞാൻ ഈ വരികളൊന്നും എഴുതുന്നില്ല എന്ന് വിചാരിക്കുക. പാറ്റേൺ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ അവസാനത്തെ ഈ ലാസ്റ്റിൽ കാണുന്ന നമ്പർ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ചിലപ്പോൾ ട്രയാങ്കുലർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, പെട്ടെന്ന് ആൻസർ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി, വിളിച്ചു പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും കഴിയുന്നതും വീഡിയോ ഓൺ ചെയ്ത് പറയുക. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ? 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതായിരിക്കും? 45. എങ്ങനെ?
പറയ്, ഞാൻ കേട്ടില്ല. ഉത്തരം ശരിയാണ്, പറഞ്ഞു. 45. 45 ആണോ അല്ലെങ്കിൽ 55 ആണോ? 55. 55 ആണ്. അതായത് 10 into 10ാമത്തെ വരിയാണ് ചോദിക്കുന്നതെങ്കിൽ 10 into 11/2. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. തരുന്ന പാറ്റേൺ എപ്പോഴും ഈ ട്രയാങ്കുലർ നമ്പർ അവസാനം കാണുന്ന രീതിയിൽ വന്നിട്ട് ഇത്തരം ചോദ്യത്തിലുള്ള മറുപടിയാണ്. 10 into 11/2. What is 10 into 11? 110. 110. അതിന്റെ ഹാഫ് എത്രയാണ്? 55. 55. ആ 55 ആണ് നമ്മൾ നേരത്തെ പഠിച്ച 10ാമത്തെ ട്രയാങ്കിൾ നമ്പർ. അപ്പൊ 10ാമത്തെ ട്രയാങ്കിൾ നമ്പർ 55. അപ്പൊ ഈ ലൈനിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടെത്തി. ഇനി എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയണം. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. ഈ പാറ്റേൺ ഇവിടെ തന്നെ ഞാൻ നിലനിർത്തിയിട്ട് ഇങ്ങനെ പോയിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, 20ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? What is the last number in the 20th line? കിട്ടിയവരെ വിളിച്ചു. നമ്മുടെ 210. ആ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണേ, എന്നാലേ കിട്ടും. 210. 20 എനിക്കിത് പറഞ്ഞതായി 20 into 3 into 21/2. 21/2. ഇവിടെ എനിക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ഉത്തരം എഴുതട്ടോ. ഒന്ന് 20 നേരെ പകുതിയാക്കുക. ഹാഫ് ഓഫ് 20 is 10. 10. ആ 10നെ 21 കൊണ്ട് ഗുണിച്ചാലും മതി. 10 into 21 എത്രയാണ്? 210. 210 ആണ് നമ്മുടെ ഉത്തരം. ഇനി വീണ്ടും ഇതാ ചോദ്യം വരുന്നു, പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. ഈ പാറ്റേൺ തുടർന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. പെട്ടെന്ന് ഉത്തരം പറയുക. 25ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതാണ്? ഫിഫ്ത്ത് ലൈനിലെ ലാസ്റ്റ് നമ്പർ. എന്ത് ചെയ്യണം എന്ന് കൂടി പറയും. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തു. ഇന്ന് 325. ഒരു മിനിറ്റ്. ഇന്ന് പങ്കെടുത്തത് ധനഞ്ജയും ധീരജും ഷാൻവിനും മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. Sir, 325. അതായത് എന്താണ് ചെയ്യേണ്ടത്? 25 into 26. 26 Divided by 2 ആണ്. 2. ഇവിടെ ഒരെണ്ണം ഈവൺ നമ്പർ ആണ്. ഇവിടെ നിങ്ങളുടെ പ്രത്യേകത ആണ്. ഇതിൽ ഒരെണ്ണം ഈവൺ നമ്പർ ആണ്, ഒരെണ്ണം ഓഡ് നമ്പർ. ഈവൺ നമ്പറിന്റെ പകുതിയൊക്കെ നല്ല സുഖമാണ്. 26ന്റെ ഹാഫ് എത്രയാണോ? 13. അപ്പം ഇവിടെയുള്ള 25നെ നിങ്ങൾ 13 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. എത്രയാ മക്കൾക്ക് കിട്ടിയത്? ഗുണിച്ചിട്ട് എത്രയാ കിട്ടിയത്? 25 13 എത്രയാണ് എന്റെ ചോദ്യം? 325. 325. 325. അത് എളുപ്പത്തിൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക?
25 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 250. 50. അത് പെട്ടെന്ന് പറയാൻ കഴിയും. പിന്നെ 25 3 കൊണ്ട് ഗുണിച്ചാലോ? 150. 150. 25 3 എത്രയാണ്? 25 3 ലക്ഷം കൂടിയത് 75. 70. അപ്പൊ ഈ 250 75 കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 325. അതൊക്കെ മനക്കണക്കായിട്ട് ഗുണിക്കുന്നുണ്ട്. അതാണ് അതിന്റെ US കുട്ടികളുടെ ഒക്കെ പ്രത്യേകത. അതാണ് ഇവിടെ നിങ്ങൾ 25-നെ 30 കൊണ്ടൊക്കെ മൾട്ടിപ്പിൾ ചെയ്യാൻ വേറെ ചെയ്യേണ്ട കാര്യമില്ല. 25 into 10 ചെയ്യുന്നു, അത് നമുക്ക് 250 കിട്ടുന്നു. പിന്നീട് നമുക്കൊരു 3 ഇവിടെ ബാക്കിയുണ്ട്. ആ 25-നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. 75. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾ പറഞ്ഞ കാര്യം റെഡിയാണ്. അപ്പൊ കഴിഞ്ഞ എളുപ്പത്തിൽ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം നേരെ തിരിച്ചും ഈ ചോദ്യം വരാം. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നേരെ തിരിച്ച് ഈ ചോദ്യം വരുന്നത്? നിങ്ങളെന്താ ഇവിടെ നോക്കി ഉത്തരം പറയാം. എന്താണ് പറയേണ്ടത്? ഇപ്പോ 10, 11, 12, 13, 14, 15. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ 4ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 4th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 7. 7 ആണ്. 7. 7 ആണ്. അത് 6-ന്റെ കൂടെ 1 ആഡ് ചെയ്തല്ലേ 7 കിട്ടുന്നത്? ശരിയാണോ? Yes. Yes. അപ്പൊ ഇവിടെ 4th ലൈനിലെ ഫസ്റ്റ് നമ്പർ 7 നിങ്ങൾ പറഞ്ഞപ്പോൾ 5th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 11. 11. അത് ഈ 10-ന്റെ കൂടെ 1 കൂട്ടിയിട്ടല്ലേ? Yes or no? Yes. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 6 6th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 16. 16. അപ്പൊ അതിന് നിങ്ങൾ മറുപടി പറയേണ്ടത്, ഞാനിപ്പോ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടത്, സാറ് നിങ്ങളോട് ചോദിക്കുന്നു 1 2 3 4 5 6 6th ലൈനിലെ ഫസ്റ്റ് നമ്പർ 16 എന്നതിന് നിങ്ങൾ മറുപടി പറയേണ്ടത് 5ാമത്തെ വരിയിലെ 5th ലൈനിലെ ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് 16 കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് 1 2 3 4 ഇവിടെ 4th ലൈനിലെ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്നോട് മറുപടി പറയുന്നത് 3rd ലൈനിലെ ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ടാണെന്ന് പറയണം. ഇനി ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു 55 എന്ന്. പക്ഷേ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏത്? What is the first number in the 10th line? ധനഞ്ജയ്. പറയൂ. ഏത് നോക്കാണ് പറയുന്നത്? Sir, question ഒന്നുകൂടെ പറയാം. ഇവിടെ ചോദ്യം ഇതാണ്, ഈ പാറ്റേൺ തുടർന്നാൽ 46. വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. 46. 46 ആണെന്നാ പറയുന്നത്. 10ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ 46 ആണെന്നൊരു കുട്ടി പറയുന്നു. മറ്റുള്ളവർക്ക് എന്താ അഭിപ്രായം? പത്താമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? അത് പ്രാക്ടീസിനെ പറയാം. എങ്ങനെയാണ് 46 കിട്ടിയത് എന്ന് പറയാം. ഈ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും മോളെ?
45. 45. അതെങ്ങനെയാണ് കിട്ടിയത്? 9ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കിട്ടിയത് 9നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയതായിരിക്കും അല്ലേ? അതെ. ആ ലാസ്റ്റ് നമ്പറിന്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് നമുക്ക് 46 കിട്ടിയത്. ശരിയല്ലേ? അതെ. ആ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വരുന്നു. 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? അപ്പൊ നമ്മൾ 5ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. 22. 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണെന്നല്ല ചോദ്യം. 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ തന്നെ കാണുന്നില്ല. 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ ഏതാണ്? അല്ല, ഇതിന്റെ 6ാമത്തെ. 6ാമത്തെ വരിയിലെ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? നിങ്ങൾ 5ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കാണണം. 5ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ നിങ്ങൾ എങ്ങനെയാ കാണുക? ശരി, ഞാൻ പറഞ്ഞത് ഓടി 16 ആണ്. അപ്പൊ അതിന് ചെയ്യേണ്ടത് 5നെ 6 കൊണ്ട് ഗുണിച്ചിട്ട് പകുതിയാക്കിയിട്ട് നമുക്ക് 5ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിച്ച ശേഷം 1 കൂട്ടിയാൽ മതി. അപ്പൊ ഇത്തരം പാറ്റേൺ ഒരു പ്രത്യേകത പറയാം. തുടർന്നുള്ള ക്ലാസ് ഞാൻ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മക്കളൊക്കെ കാര്യം ചെയ്യാം. ഇതൊന്ന് വൃത്തിയായിട്ട് എഴുതി വെക്കാം. ട്രയാങ്കിൾ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയാണ് ചോദ്യം വരിക. LSSനൊക്കെ ചെറിയ രീതിയിലെ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയും. 2 തരത്തിലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ 4 വരിയോ 5 വരിയോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരിക. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, ഒന്ന്, ഈ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലാസ്റ്റ് കാണുന്ന നമ്പേഴ്സ് ഒക്കെ ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. അതിൽ ലാസ്റ്റ് നമ്പർ ഏതെന്ന് ചോദിക്കുന്നു. ഇവിടെ നിങ്ങളോട് 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 10 × 11/2 എന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ 55 എന്ന് എഴുതാം. പക്ഷെ അതേ സമയത്ത് 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇപ്പൊ 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ആയിരിക്കും. 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ ചോദിച്ചാൽ നിങ്ങൾക്ക് 55 കിട്ടി. അത് മനസ്സിലായി. ഇനി 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ ചോദിച്ചാൽ എന്താണ് മാർഗം? പറയൂ. 46. ആ 46 കിട്ടാനുള്ള വിദ്യ എന്ന് പറയും. അതാണ് നമുക്കറിയാം. 9 × 10/2. 9 × 10/2 ചെയ്തതിന് ശേഷം 45 കിട്ടിയതിന് ശേഷം 1 ആഡ് ചെയ്താൽ മതി. അങ്ങനെ 46 കിട്ടും. ഈ കാര്യങ്ങൾ ഇവിടെ ചെറിയ സംഖ്യ ഒതുങ്ങില്ല. ഇതിങ്ങനെ പാറ്റേൺ തന്നിട്ട് നിങ്ങൾക്ക് വലിയ വരികൾ, അതായത് കൂടുതൽ എണ്ണമുള്ള വരികളൊക്കെ ചോദിക്കും. 15ാമത്തെ വരി, 25ാമത്തെ വരി, 100ാമത്തെ വരിയിൽ ലാസ്റ്റ് നമ്പർ ഏത്, 100ാമത്തെ വരിയിൽ ഫസ്റ്റ് നമ്പർ ഏത് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ഇനി വേറൊരു പ്രത്യേകത കൂടി ഈ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അത് നല്ലൊരു അത്ഭുതമാണ്. ശ്രദ്ധിച്ചോളെ, ഒരു അത്ഭുതം. നിങ്ങൾ ഇന്ന് ഉറക്കെ പറയണം. What is 1 + 3? 4. 4. What is 3 + 6? 9. 9. What is 6 + 10? 16. 60. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ട്രയാങ്കുലർ നമ്പർ നമുക്ക് ഇങ്ങനെയൊന്ന് എഴുതി നോക്കിയാലോ. ഇപ്പൊ ഞാൻ ഈ വായിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ വരുമ്പോൾ കൂടുതൽ കാണാൻ പറ്റും. അതൊക്കെ നോട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് തരാൻ പറഞ്ഞിരുന്നു. അത് ഇന്നൊന്ന് ഓർപ്പിച്ച് ഞാൻ അയച്ചു തരാം. ഇങ്ങനെ ചെറുങ്ങനെ അയച്ചു തരാം. അപ്പൊ ഇതൊക്കെ പുസ്തകം അയച്ചു തരാം. 16ാം പുസ്തകം വന്നിരിക്കുന്നത് നമ്മുടെ പുസ്തകം വേണ്ട കുട്ടികൾ ഗ്രൂപ്പിൽ തന്നെ അവരുടെ
നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ അത് അഡ്മിനൊന്നല്ലല്ലോ, ഗ്രൂപ്പ് അഡ്മിനൊന്നല്ല. നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഫോൺ നമ്പർ സഹിതം രക്ഷിതാക്കളുടെ പേര് വെച്ചിട്ട് അഡ്രസ് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു. ഇവിടെ ഞാൻ ട്രയാങ്കിൾ നമ്പർ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് ട്രയാങ്കിൾ നമ്പർ എഴുതി വെക്കാം. 1 3 നിങ്ങളൊന്ന് പറഞ്ഞേ. 1 3 6 മക്കളൊന്ന് എഴുതിക്കോട്ടെ. 1 3 6 10. 6 10 കുറച്ചൊന്ന് പെണ്ണിന്റെ നിറം കൂട്ടിക്കൊടുക്കാം. 6 10 15 15 അപ്പൊ 21 21 21 28. 28 പിന്നെ 36 36 45 45 പിന്നെ 55 55. അപ്പൊ 10 നമ്മൾ എഴുതി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇത് ട്രയാങ്കിൾ നമ്പർ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് എഴുതാൻ ശ്രമിക്കാം. ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ ആ നമ്പർ തന്നെ കൊണ്ട് ഗുണിച്ചാലോ സ്ക്വയർ നമ്പർ കിട്ടുന്നു. അതൊന്ന് പറഞ്ഞ മക്കള്. 1 into 1 1 2 into 2 4 4 പിന്നെ 3 into 3 9. 9 3 ഓക്കെ പിന്നെ 4 into 4 16. 4 into 4 16 25 25. ഓക്കെ 4 പിന്നെ 36 36 ഓക്കെ പിന്നെ 49. 49 ഗുഡ് പിന്നെ 64 64 ഓക്കെ 81 81 81 പിന്നെ 100 100 അപ്പൊ ഇതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ട്രയാങ്കിൾ നമ്പർ കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പർ 1ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോ the sum of two consecutive triangular number is a square number. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. രണ്ട് അടുത്തടുത്ത ട്രയാങ്കിൾ നമ്പർ കൂട്ടിയാൽ നമുക്കൊരു സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത്. അപ്പം 6 + 10 എത്രയാണ്? 16 സ്ക്വയർ നമ്പർ കിട്ടുന്നത്. ഈ 15 + 21 26 36 അതാണ് സ്ക്വയർ നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് അടുത്തടുത്ത 45 + 55 45 + 55 45 100 സ്ക്വയർ നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ ഈ ആദ്യം ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കാം. സം ഓഫ് ടു കോൺസിക്യൂട്ടീവ്, അത് കഴിഞ്ഞ ക്ലാസ് എഴുതിയിരുന്നോ? ഇല്ലെങ്കിൽ ഇല്ലാതെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. The sum of two consecutive triangular number is a square number. കാണുന്നുണ്ടോ ബോർഡിൽ എഴുതിയത്? ബോർഡിൽ എഴുതിയത് കാണുന്നുണ്ടോ? ഇല്ലേ? Yes or no? Yes. Yes. ആ ബോർഡിൽ എഴുതി നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് മക്കൾക്ക് രണ്ട് ട്രയാങ്കിൾ നമ്പറിനെ പിടിക്കുക. ആദ്യത്തെ ആയിക്കോട്ടെ 1 + 3 = 4. 6 + 10 = 16. അവിടെ വേറെ ഏതോ കുട്ടി സംസാരിക്കുന്നുണ്ട്. അത്തരം കുട്ടികൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ.
ഓക്കെ ആയോ? എഴുതിയോ? ആ കാര്യം എഴുതി വെച്ചോ മക്കള്? Yes. Yes. ഇനി നമ്മള് നേരത്തെ ആ തന്നിരിക്കുന്ന പാറ്റേണിൽ ആ പാറ്റേണിന്റെ കാര്യമാണ് നോട്ട് ചെയ്ത് വെക്കുക. ട്രയാങ്കിൾ നമ്പർ പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് USSന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇനി നേരത്തെ പാറ്റേണിൽ ഈ ഒരു ചോദ്യം കൂടി ചില സമയത്ത് പ്രതീക്ഷിക്കാൻ ശ്രദ്ധിച്ചോളൂ. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെ നമ്പേഴ്സ് തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടിയുണ്ട്. നേരത്തെ 2 ചോദ്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്പർ ഏതാണ്, ലാസ്റ്റ് നമ്പർ ഏതാണ്. ഇപ്പൊ വരുന്ന അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരു ഇത്തിരി കടുപ്പുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെ വരാം. എങ്ങനെ വരാം? ഈ പാറ്റേണിൽ തേർഡ് ലൈനിലെയും ഫോർത്ത് ലൈനിലെയും ലാസ്റ്റ് നമ്പേഴ്സിന്റെ സം എത്ര? വാട്ട് ഇസ് ദ സം ഓഫ് ദ ലാസ്റ്റ് നമ്പേഴ്സ് ഇൻ ദ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ? പറ. 16. പറയൂ. അത് പറഞ്ഞല്ലോ 16 എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചത് 6ഉം 10ഉം കൂടി കൂട്ടിയത് എത്ര? അതാണ് ചോദ്യം. ഇത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത മറുപടിക്ക് തയ്യാറായിക്കോളൂ. വാട്ട് ഇസ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ലാസ്റ്റ് ലൈൻ 9 and 10? ഒൻപതാമത്തെ വരിയിലെയും 10ാമത്തെ വരിയിലെയും അവസാനത്തെ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയത്. അത് വിട്ടേക്ക്. തൽക്കാലം കൊടുത്തേക്കില്ല വരാം. 2ാമത്തെ വരിയിലെയും 3ാമത്തെ വരിയിലെയും സംഖ്യകൾ തമ്മിൽ അവസാനത്തെ സംഖ്യ തമ്മിൽ കൂട്ടിയത്. അത് പറയും. 9. ആ അത് നിങ്ങൾക്ക് എളുപ്പമാർഗം അറിയാം. 2ാമത്തെ വരിയിലെയും സെക്കൻഡ് ലൈനിലെയും തേർഡ് ലൈനിലെയും അവസാനത്തെ നമ്പർ കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ എളുപ്പമാർഗം ഈ രണ്ടാമത് വന്നിരിക്കുന്ന ഈ തേർഡ് ലൈനിലെ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നുകൂടി പറയാം. നിങ്ങളോട് 3ാമത്തെ വരിയിലെയും 4ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ എത്ര എന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ദ സം ഓഫ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ തേർഡ് ലൈൻ ആൻഡ് ഫോർത്ത് ലൈൻ എന്ന് ചോദിച്ചാൽ ഫോർത്ത് എന്നൊരു വാക്കാണ് പറയുന്നത്. 4 എന്നത് 4 × 4 ചെയ്താലും നിങ്ങൾക്ക് 14 കിട്ടും. Did you get the point? Yes or no? ഇനി പറയൂ, 5ാമത്തെ വരിയിലെയും 6ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പർ കൂട്ടിയാൽ എത്രയായിരിക്കും? 36. 36. എന്താണ് എളുപ്പമാർഗം? 6 into 6. എന്താണ് എളുപ്പമാർഗം? 6 into 6. 6 ആണ്. വെരി ഗുഡ്. ആരാ പറഞ്ഞ മറുപടി പറഞ്ഞത്? ധീരജ്. ധീരജ്. ഓ, ധീരമായ മറുപടിയാണ്. ധീരജിനോടാണ് അടുത്ത ചോദ്യം. 9ാമത്തെ വരിയിലെയും 10ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പർ തമ്മിൽ കൂട്ടിയത് 100. 100. എന്താണ് ചെയ്തത് ധീരജ്? 10 into 10. ആ, 10 × 10 ചെയ്താണ്. ശരിയാണ്. ശരി ധീരജ്, അടുത്ത ചോദ്യം. 19th ലൈൻ and 20th ലൈൻ 19ാമത്തെ വരിയിലെയും 20ാമത്തെ വരിയിലെയും അവസാനത്തെ നമ്പർ തമ്മിൽ കൂട്ടിയത് 400. 40. എങ്ങനെ കൂട്ടിയാൽ 20 × 20 ആണ് വരേണ്ടത്. അവിടെ 20 × 20 എത്തിയാ 20 × 20 400. അപ്പൊ 3 ചോദ്യമാണ്. ഇത്തരം ആ 3 ചോദ്യവും ഇന്ന് പരിചയപ്പെട്ടു. വീഡിയോ കാണുക, പിന്നീട് ആ വീഡിയോയിൽ വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്തത് പാറ്റേൺ ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടി എന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്.
നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പാസ് ജയിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ സ്കൂളിൽ വന്ന് എടുക്കുകയാണ്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ലേ? ഇല്ലെങ്കിൽ ഞാൻ 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയ PDF നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അത് നോക്കുന്നു. ആയൊന്നും കിട്ടുന്നില്ല. 7th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നാളേക്ക് സ്കൂളിൽ നിന്ന് സംഘടിപ്പിക്കുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വന്ന് കിടക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ 7th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിന്റെ PDF അയച്ചു തരാം. എന്ത് വേണം എന്ന് നിങ്ങൾ പറയും. സാറേ 13 കിട്ടും. 13 കിട്ടും. 13 കിട്ടും ബുക്ക്. ആ 7ാം ക്ലാസ്സിലെ കണക്കിന്റെ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിലുണ്ടോ? നിങ്ങളാരും ചോദിച്ചിട്ടില്ല. പോട്ടെ. അപ്പൊ നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ 2ാമത്തെ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് പോയിട്ട് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 7th സ്റ്റാൻഡേർഡിലെ എല്ലാ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം. അതിന്റെ ആദ്യത്തെ യൂണിറ്റ് പാരലലാണ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കൂടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേഗം നോക്കി വേഗം മനസ്സിലാവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാന്തര വരകൾ എന്ന ഭാഗം വരുന്ന ചോദ്യം നിങ്ങൾക്ക് അതിന് കൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാനാണ്. ആ സംഗതിയായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരാം. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുപോലെ പോലെയുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോ ആ സമാന്തര വരകൾ ഞാൻ നേരത്തെ എടുക്കാൻ തുടങ്ങി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്നാണ് വിചാരിച്ചത്. അത് വെച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് 14 യൂണിറ്റ് ആണ്. 14 യൂണിറ്റ്. അതില് ചിത്രങ്ങൾ വരെയുള്ള യൂണിറ്റുകൾ പഠിക്കാൻ ചിത്രങ്ങൾ വരെയുണ്ട്. അപ്പോ ഈ 14 യൂണിറ്റിലെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് USSന്റെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ എടുത്തു തുടങ്ങും. അപ്പൊ അതിൽ USS വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മിക്കവാറും 80% ചോദ്യം നിങ്ങൾക്ക് വരുന്നത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ആംഗിൾ നിങ്ങൾ 110 ഡിഗ്രി എന്ന് എഴുതി വെക്കുക. ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ കിട്ടുന്നുണ്ട്, ഒരു കോൺ. ആ കോണില് നിങ്ങൾക്ക് 25 ഡിഗ്രി എന്ന് എഴുതി വെക്കാം. കൃത്യമാവണമെന്നില്ല, നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ശരി, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞത്തേക്ക് അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരികയാണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ ഒന്നിച്ച് അടുത്ത ക്ലാസ് കണ്ടുപിടിക്കും. ഇത് നിങ്ങൾക്ക് എടുത്തിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ചോദ്യം ഞാൻ തരികയാണ്. 2 ദിവസം കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൂടെ എന്നെ അറിയിക്കണം. എങ്കിൽ ഞാൻ ഈ ക്ലാസിന്റെ PDF ഇപ്പൊ PDF അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പരീക്ഷ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. SCRT സൈറ്റിൽ പോയാൽ കിട്ടും. ഇത് ഏറ്റവും നല്ലത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല അതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയുന്നത്. ശരി, അപ്പൊ ഇവിടെ നിങ്ങളുടെ ചോദ്യം ഇതാണ്. ഇവിടെ D എന്ന ഒരു ആംഗിൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്നുകൂടി മാർക്ക് ചെയ്യാം. D എന്ന ഈ ആംഗിൾ ഇത് ചോദ്യം ഒന്നുകൂടി പറയാം. ABയും CDയും സമാന്തരമാണ്. അപ്പൊ നമുക്ക് ABയും CDയും സമാന്തരമാണ്. ഇതിങ്ങനെ എഴുതാം. AB പാരലൽ പാരലൽ വര വെച്ചാൽ CD. AB CD സമാന്തരമാണ്. പിന്നെ 110 ഡിഗ്രി തന്നിരിക്കുന്ന ഇവിടെ നമുക്കൊരു പേര് കൊടുക്കണ്ടേ. ഇവിടെ നമുക്ക് E എന്ന പേര് കൊടുക്കണം. അത് വിട്ടു. 110 ഡിഗ്രി തന്നിരിക്കുന്ന ABE അതിനിങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. കോൺ ABE. കോൺ ABE അത് 110 ഡിഗ്രിയാണ്.
വേറൊന്നുകൂടി തന്നിട്ടുണ്ടല്ലോ, ആ കോണിന്റെ പേരെന്താ മക്കളെ? DEB അല്ലെങ്കിൽ BEB. ഇപ്പം AB പാരലൽ CD, ABE 110 ഡിഗ്രി, DEB അല്ലെങ്കിൽ BED എന്ന് പറയാം, അത് 25 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണ്? CDE ആണ്. കോൺ CDE. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.